ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അതിലൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു തരാമെന്നാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ചാനലിൽ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് യാതൊരുവിധ ചാർജുകളും നമ്മൾ ഈടാക്കുന്നില്ല. നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാമെന്നാണ്. വീഡിയോ അയക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 20 to 30 സെക്കൻഡോളം വീഡിയോസ് അയക്കുക. അതേപോലെ തന്നെ പെറ്റ്സിൻ്റെ ഡീറ്റെയിൽ, അതിൻ്റെ റേറ്റ്, നിങ്ങളുടെ സ്ഥലം മെസ്സേജ് അയക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് ലാബിൻ്റെ പപ്പീസാണ് സെയിലിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറുണ്ട്, ഓഫ് വൈറ്റ് കളറുണ്ട്. മെയിൽ പപ്പീസ് മാത്രമാണ് സെയിലിനുള്ളത്. 5500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. ഒരു 7ഓളം പപ്പീസ് സെയിലുണ്ട്. മെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത്. ബ്ലാക്ക് കളറുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ സെയിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും. അതിനനുസരിച്ച് യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ ബ്രീഡേഴ്സിൻ്റെ സ്ഥലവും മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് മിനിപ്പിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. വിത്ത് കേസ് ചെയ്യണം വന്നിരിക്കുന്നത് 13,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ്. വിത്ത് കേസ് 13,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ മിൻപിന്നിൻ്റെ പപ്പീസ് അല്ലെങ്കിൽ ലാബിൻ്റെ പപ്പീസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ആലപ്പുഴ എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. പഞ്ച് ഫേസിൻ്റെ ഒരു മെയിൽ കാറ്റാണ് സെയിലിന് വന്നിട്ടുള്ളത്. 1.5 വയസ്സ് പ്രായമായത് പഞ്ച് ഫേസാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5000 രൂപയാണ് ഈ കാറ്റിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 2 കാറ്റുകളാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. ഒരെണ്ണം പഞ്ച് ഫേസ് മെയിലും അതേപോലെ തന്നെ ഒരു ഡോൾ ഫേസിൻ്റെ ഫീമെയിലാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഇത് ഡോൾ ഫേസാണ് വന്നിരിക്കുന്നത്. ഫീമെയിലാണ്. 1 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ട്. 4000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആണ്. പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസാണ് സെയിലിന് വന്നിരിക്കുന്നത്. 4 പപ്പീസാണ് ഇവിടെ സെയിലിനുള്ളത്. 40 ദിവസം പ്രായമായത്. 3 ഫീമെയിലും ഒരു മെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. ഒരു പപ്പിക്ക് 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഓൺലി ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ട വരും. 2500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ്. നാലാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കുറച്ച് പ്രാവുകളും അതേപോലെ ഫാൻസി കോഴികളാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഹിപ്പിയുടെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഈ പെയറിന് റേറ്റ് ചോദിക്കുന്നത് 800 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. ബ്രീഡിംഗ് പെയർ ഒരു ചിക്കായിട്ടിരിക്കണേ. അപ്പോൾ 800 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫാൻസി കോഴികളുണ്ട്. അതേപോലെ തന്നെ 2 ജോഡി ഹിപ്പിയുണ്ട്. ഹിപ്പി ഒരു ബ്രീഡിംഗ് പെയർ വിത്ത് 1 ചിക്ക് വന്നിരിക്കുന്നത് 900 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഈ 3 കൂടി 900 രൂപ. അപ്പോൾ നല്ല അടിപൊളി ഹിപ്പികളാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണം റെഡും ഒരെണ്ണം ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ബ്രീഡിംഗ് പെയർ ഹിപ്പിയുടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹിപ്പിയുടെ ബ്രീഡിംഗ് പെയറൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി പെയറുകളാണ് വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ലില്ലി ഫ്ലവറിൻ്റെ ഒരു ഫാൻസി കോഴിയാണ്. എഗ്ഗിങ് പെയറാണ് വന്നിരിക്കുന്നത്. ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 2000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഫാൻസി കോഴിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. 4ാമത്തെ സെക്ഷനിൽ കുറച്ച് പ്രാവുകളും ഫാൻസി കോഴിയും. ലില്ലി ഫ്ലവറാണ് ഈ വെറൈറ്റി വരുന്നത്. 2000 രൂപ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് കൊളംബിയൻ ബ്രഹ്മയുടെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ്. ഈ സിംഗിള് അഡൽട്ട് മെയിലിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 1000 രൂപ.
അപ്പോൾ ഇതൊക്കെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം അവൈലബിൾ ആയിരിക്കും ഈ പ്രാവുകളും അതേപോലെ തന്നെ ഫാൻസി കോഴികളും. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിലാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കുമളിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 1 വയസ്സും 3 മാസം പ്രായമായ ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിൽ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 10,000 രൂപയാണ് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ലവ് ബേഡ്സുകളാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 100-ലേറെ ലവ് ബേഡ്സുകൾ കൂടെ കൊടുക്കാനുണ്ട്. അഡൽട്ടും ബ്രീഡിംഗ് പെയറുകൾ അതേപോലെ ഒരുപാട് കളർ വെറൈറ്റികളുണ്ട്. അപ്പോൾ പീസ് റേറ്റ് വരുന്നത് 100 രൂപയാണ് ചോദിക്കുന്നത്. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ഷോപ്പുകളിലേക്കും അതേപോലെ തന്നെ ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ എടുക്കാവുന്നതാണ്. 100-ലേറെ സെയിലുണ്ട്. ഏഴാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പ്രാവുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. ബൾക്ക് സെയിലാണ്. അപ്പോൾ നാടൻ പ്രാവുകളും ക്രോസ് പ്രാവുകളാണ് സെയിലിന് വന്നിട്ടുള്ളത്. 11 പ്രാവുകൾ 1000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം ബൂട്ടൊക്കെ ഉള്ള പ്രാവുകളാണ് വന്നിരിക്കുന്നത്. ബർപ്പൻ്റെ ക്രോസുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. 11 എണ്ണം 1000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പേർഷ്യൻ കാറ്റാണ്. ഡോൾ ഫേസിൻ്റെ ഒരു ഫീമെയിലാണ്. 1 വയസ്സ് പ്രായമായത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ വലിയ കലവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല. 1 വയസ്സ് പ്രായമായ ഫീമെയിൽ കാലിക്കോ കളറ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 8,000 രൂപയാണ് ചോദിക്കുന്നത്. 8,000 റുപ്പീസാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല. അപ്പോൾ നിങ്ങൾ കാര്യമെങ്കിൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ചെന്ന് എടുക്കാവുന്നതാണ്. 1 വയസ്സ് പ്രായമായത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. ആംസ്റ്റഫിൻ്റെ 2.5 വയസ്സ് പ്രായമുള്ള ഒരു മെയിൽ ഡോഗാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അടിപൊളി ആംസ്റ്റഫ് മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8,000 രൂപയാണ് ചോദിക്കുന്നത്. 8,000 റുപ്പീസാണ് ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ആംസ്റ്റഫിൻ്റെ മെയിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 10ാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മുയലുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 3 മാസമായതും 4 മാസമായിട്ടുള്ള മുയലുകളാണ് സെയിലിന് വന്നത്. മൊത്തം 6 പീസ് ഉണ്ട്. ബൾക്ക് സെയിൽ മാത്രമേ ഉള്ളൂ. ഒരെണ്ണത്തിൻ്റെ റേറ്റ് 200 രൂപയാണ് ചോദിക്കുന്നത്. ഒരു മുയലിൻ്റെ റേറ്റ് 200 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 3 മാസം 4 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. എക്സ്ചേഞ്ച് വേറെ പെറ്റ്സായിട്ട് എക്സ്ചേഞ്ചും നോക്കുന്നുണ്ട്. ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബൾക്ക് 6 ഒരുമിച്ച് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡുകളാണ്. ഒരു 50ഓളം പീസ് ആഫ്രിക്കൻ ലവ് ബേഡുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഗ്രീൻ ഫിഷർ ഉണ്ട്, ലുട്ടിനോ ഉണ്ട്, ഗ്രീൻ പീച്ച് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ചാലയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. ഇതിൽ 4 മാസം തൊട്ട് ബ്രീഡിംഗ് പെയറുകൾ വരെ ഉണ്ട്. മൊത്തം 50-ൽ പരം പീസുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു 5 എണ്ണം 10 എണ്ണത്തിൽ താഴെ എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് 850 രൂപ വെച്ചും, എണ്ണം കൂടുതൽ എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് 750 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഫ്രിക്കൻ ലവ് ബേഡുകളൊക്കെ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബൾക്ക് സെയിൽ എടുക്കുമ്പോൾ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന വെറൈറ്റികൾ 3 വെറൈറ്റികളാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ ഫിഷർ, ലുട്ടിനോ അതേപോലെ തന്നെ ഗ്രീൻ പീച്ചാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഒരു പേർഷ്യൻ കാറ്റാണ്, ഡോൾ ഫേസ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രായം 1 വയസ്സും 7 മാസമാണ് പ്രായമായിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് ഡോൾ ഫേസിൻ്റെ. 5 കിറ്റൻസ് വരെ കിട്ടിയ റിസൾട്ടുള്ള ഒരു ഫീമെയിലാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് വെറും 2,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഫീമെയിൽ കാറ്റൊക്കെ അഡൾട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. 2,500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 5 കിറ്റൻസ് കിട്ടിയ കാറ്റാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം കരമനയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പറവ പ്രാവുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ ഒരുപാട് പറവകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പറവകളൊക്കെ ഇവിടെ കൊടുക്കാനുണ്ട്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. ഒരു പറവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 300 രൂപയാണ് ചോദിക്കുന്നത്. ബ്രീഡിംഗ് പെയറുകളൊക്കെ ഉണ്ട്. ബ്രീഡിംഗ് പെയറുകൾ, സെമി അഡൽട്ട്, അഡൽട്ടുകൾ പല കളറിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി പറവകളാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കരമനയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിന് 300 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറവേനൊക്കെ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ. ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ ഒരു 75% ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട്. അവരെല്ലാവരും നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് നമുക്ക് മെസ്സേജായിട്ട് അയക്കുന്നത് സെയിൽ നടക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ അതിനെല്ലാത്തിനും കാരണം നമ്മുടെ നല്ല സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ തുടർന്ന് നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നതാണ് ഫ്രൂട്ട് പ്ലാന്റുകളുടെയൊക്കെ സെയിൽ പോസ്റ്റ് വീഡിയോസ്. അപ്പോൾ നിങ്ങളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഓരോ വെറൈറ്റി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ സെയിൽ ചെയ്യാൻ ഞങ്ങളും സഹായിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ വഴി സെയിൽ പ്രൊമോഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ വീഡിയോസ്, അതിൻ്റെ ഫോട്ടോസ്, അതുപോലെ റേറ്റും കാര്യങ്ങളും, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സൊക്കെ നമ്മുടെ ഈ നമ്പറിലേക്കൊക്കെ വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്ത് തന്നാൽ നമ്മൾ സെയിൽ പോസ്റ്റായിട്ട് നിങ്ങളുടെ നമ്പർ ഡയറക്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നത് തരുന്നതായിരിക്കും.